ആൺകുട്ടികളും പാപ്പന്മാരും തമ്മിലുള്ള ബന്ധം ബഹുരസ. ഞാൻ പറഞ്ഞത് ഭൂരിഭാഗം ഒരു വലിയ വിഭാഗം ആൾക്കാരതാണ്. ഒരു സമയം കഴിയുമ്പം ഇവര് പരസ്പരം സംസാരിക്കാണ്ടാവും. ഇവര് സംസാരിക്കാതാവും. മുക്കലും മുകളിലും മാത്രം ഇവർക്കിടയിലുള്ള സംസാരം. എവിടെയാണടാ, ഞാനവിടെ ലേറ്റ് ആയിട്ട് വരുമ്പോ എവിടെയാണടാ, അപ്പം മോൻ പറയും ഞാനവിടെ എന്നാ പോയി കിടന്നു. ഈ രൂപത്തിലേക്ക് ബന്ധം മാറാം. ടേബിളിന്റെ ഇടയിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഇവർ ഒരു കാര്യം പറയുമ്പോൾ ഭയങ്കര ഗൗരവത്തിൽ മാത്രം വാപ്പ മോനോട് സംസാരിക്കുള്ളൂ, മോൻ അതേ രൂപത്തിൽ വാപ്പനോട് സംസാരിക്കുള്ളൂ. പല മക്കളും വന്നിട്ട് സങ്കടം പറയലുണ്ട്, എൻ്റെ വാപ്പ എന്നോട് മാത്രമാണ് ഇങ്ങനെ, എന്നോട് മാത്രം കുറച്ച് റഫാണ്, എന്നോട് മാത്രം തീരെ സംസാരിക്കുമ്പം പെങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ നല്ല മയത്തിലാണ് സംസാരിക്കുക, എന്നോട് ഭയങ്കര ഗൗരവത്തിലാണ്. ടീനേജിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കുമ്പോൾ പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ വാപ്പാരോട് ചോദിച്ചാൽ പറയും മോനോട് നമ്മൾ ചിരിച്ചും കളിച്ചും നിന്ന് കഴിഞ്ഞാൽ തലയിൽ കയറും, അല്ലെങ്കിൽ ഒരു കേടായി പോകും. ഈ ഹനാൻഷന്റെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ കുറച്ചധികം ആളുകൾ പിടിച്ചിരുത്താൻ പറ്റുന്ന കാരണം അവരുടെ ഫാമിലി ഉണ്ടല്ലോ, അവരെ ബാക്കി എന്തോ ആയിക്കോട്ടെ, അവരുടെ ഫാമിലിനെ കാണിക്കുന്ന രീതി ഉണ്ടല്ലോ, അത് പല ചെറുപ്പക്കാരുടെയും സ്വപ്ന ഫാമിലി. പഠിച്ചവൻ അവരിൽ റാഹത്താക്കട്ടെ, അവരിൽ സന്തോഷം നിലനിർത്തട്ടെ, അവരുടെ ബന്ധങ്ങൾ നിലനിർത്തട്ടെ. പക്ഷെ അതൊരു സ്വപ്ന ഫാമിലി ആയിട്ടാണ് തോന്നുക. വാപ്പായിട്ട് ഇവര് തമാശകൾ പറയലും, വാപ്പ അതിനെ കുറച്ച് ഗൗരവത്തിൽ കണ്ട് അതിനെ സംസാരിച്ചു കൊടുക്കലും, വാപ്പ ദീം പറഞ്ഞു കൊടുക്കണതൊക്കെ ഭംഗിയുള്ള കാര്യമാണ്, ഭയങ്കര രസമാണ് അത്. കൂടുതലും ഹനാൻഷൊക്കെ കുട്ടികളാണ് ഉള്ളത്. അപ്പൊ കുട്ടികൾക്ക് ഇത് കണക്ട് ആവുന്നത് എവിടെയാണ്? കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒന്ന് അവരുടെ ഫാമിലിന്റെ ഇടയിൽ കാണുന്നതാണ് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. കുട്ടികൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ വാപ്പന്മാര് ഭയങ്കര ഗൗരവത്തിലുണ്ടാവാം. ഒന്ന് ആലോചിക്കണം, ഈ വാപ്പന്മാര് കൈ പിടിച്ചിട്ട് നടക്കാൻ പഠിപ്പിച്ച കുട്ടികളാണത്. ഒരു സമയം വരെ ഈ വാപ്പനെ റോൾ മോഡലായിട്ട് കണ്ട് ജീവിച്ച കുട്ടികളാണ്. പിന്നൊരു സമയത്ത് ഇവർ സംസാരിക്കാതാകും. പെരുന്നാൾക്കുള്ള 2 കെട്ടിപ്പിടുത്തങ്ങളായിട്ട് മാറും. വലിയ പെരുന്നാൾക്കും ചെറിയ പെരുന്നാളൊന്നും ചിലപ്പോൾ അതും ഇല്ലാത്ത ആൾക്കാരുണ്ട്. പല മക്കളും ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പ്രസൻസ് ഒന്ന് കിട്ടണം, വാപ്പ ഒന്ന് ഇന്റെ തോള് കഴിട്ടിട്ട് എന്താ എനിക്കോ ഈ ഓക്കെ അല്ലേ എന്നൊന്ന് ചോദിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, കാരണം ഇവരെ വളർത്താനുള്ള ചുറ്റുപാടിലും ഇവരെ ഒരു പ്രൊട്ടക്ട് ചെയ്യാനുള്ള ചുറ്റുപാടിലും അവരെ മറന്ന് ജീവിക്കായിരിക്കും. ബട്ട് ഇപ്പോൾ ഒരു വെൽക്കം വെച്ചില്ലേ, ഈ അവരോട് സ്നേഹത്തിൽ സംസാരിച്ചൂടെ? എങ്ങോട്ടേക്കാണ് ഈ സ്നേഹം ബാക്കി വെക്കുന്നത്? ഇവരെപ്പം നന്നാവാൻ വേണ്ടിയിട്ടാണ് സ്നേഹം ബാക്കി വെക്കുന്നത്. ഇപ്പൊ പഴയതുപോലെ പ്രായമുള്ള ആൾക്കാർ മരിക്കുക, ചെറുപ്പക്കാർ നിലക്ക് അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച കണ്ട വാർത്ത LKG പഠിക്കണ കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ്. അപ്പോൾ ആയിരുന്നൊന്നുമില്ല. കുറേ സ്നേഹം എനിക്ക് ഓരോടൊക്കെ ഉണ്ടായിരുന്നു, ഞാനിതിങ്ങനെ എടുത്തു വെച്ചതാണ് ഓൻ നന്നാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടും ഖബറിന്റെ പുറത്ത് പോയിട്ട് കരയാനാണ്. മക്കളോട് പറയാനുള്ളത്, വാപ്പമാരാണ് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും, നിങ്ങൾ വിട്ടുകൊടുക്കണ്ട. നമ്മളെ വാപ്പമാരല്ലേ, നിങ്ങൾക്ക് തിരിച്ചും പോയി കെട്ടിപ്പിടിക്കാം, തിരിച്ചും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കാം. വാപ്പയും മക്കൾക്കും ഇടയിൽ ഈ ഒരു പ്രശ്നം നിരന്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ്. അതിന് മാറ്റം ഉണ്ടാവട്ടെ എന്തായാലും, അല്ലേ?